ഹായ് നമസ്തേ, മുംബൈ മലയാളി ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനമന്ത്രി മോദിജിയുടെ ഓസ്ട്രിയ സന്ദർശന വേളയിൽ ഇന്ത്യൻ സമൂഹത്തോടായി അദ്ദേഹം നൽകിയ പ്രസംഗത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ഇവിടെ പരിഭാഷപ്പെടുത്തുന്ന ഒരു ജോലിയിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. വീഡിയോ മുഴുവൻ കാണുക, വിലയിരുത്തുക, കമൻറ്റുകൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നന്ദി. ജനാധിപത്യവും റൂൾ ഓഫ് ലോ പോലെയുള്ള മൂല്യങ്ങളിൽ മാത്രമല്ല നമ്മുടെ ബന്ധത്തിൻ്റെ ബലം. പരസ്പര വിശ്വാസവും താല്പര്യങ്ങൾ പങ്കുവയ്ക്കലും നമ്മുടെ ബന്ധത്തെ ബലപ്പെടുത്തുന്നു. എൻ്റെ ഭരണത്തിൻ്റെ 3-ാം ഊഴത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഓസ്ട്രിയയിൽ എത്തിച്ചേരാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. 41 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിച്ചത്. എൻ്റെ ഈ യാത്ര ചരിത്രപരവും സവിശേഷവുമാണ്. നമ്മുടെ പരസ്പര ബന്ധത്തിൻ്റെ 75 വർഷം പൂർത്തീകരിച്ചതും ആഹ്ലാദം നൽകുന്ന സഹവർത്തിത്വം ആണ്. ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ ബന്ധത്തിന് കേവലം സ്ട്രാറ്റജിക് ദിശ പ്രദാനം ചെയ്യുക മാത്രമല്ല, വരുന്ന ദശകത്തിൽ പരസ്പര ബന്ധത്തിൻ്റെ ഒരു രൂപരേഖ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് കേവലം സാമ്പത്തിക സഹവർത്തിത്വത്തിലും നിക്ഷേപത്തിലും പരിമിതപ്പെടുന്നതല്ല. അടിസ്ഥാന സൗകര്യ വികസനം, നവീകരണം, പുനരുപയോഗ ഊർജം, ഹൈഡ്രജൻ, ജലം, മാലിന്യ സംസ്കരണം, കൃത്രിമ ബുദ്ധി ഇത്യാദി കാര്യങ്ങളിൽ പരസ്പരം ഇരുവരുടെയും വൈഭവം കൂട്ടിച്ചേർക്കുന്നതിനുള്ള പ്രവർത്തനവും നടത്തും. ഇന്ന് ലോകം ഭാരതത്തെ വിശ്വബന്ധുവായി കാണുന്നു എന്നത് നമ്മൾക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. നിങ്ങൾക്കും ഇത് വഴിയിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ? അത് ഇല്ലെങ്കിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിലും ഇപ്പോൾ 56 ഇഞ്ച് വലിപ്പം. നമ്മൾ വരുന്ന 1000 വർഷങ്ങൾ ഭാരതത്തിൻ്റെ നിർമ്മാണത്തിൽ ആണ്. അത് നമ്മൾ ടോപ്പിൽ വരുവാൻ മാത്രം ഉള്ളതല്ല. നമ്മുടെ മിഷൻ 2047 ആണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കട്ടെ. ഇനിയും പുതിയ നല്ല വീഡിയോകളുമായി വരുന്നവരെ ഗുഡ് ബൈ.